കടമെടുപ്പ് പരിധിയിൽ കേന്ദ്രത്തിന്റെ മറുപടിയുമായി കേരളം. നികുതി വിഹിതം കേന്ദ്രത്തിന്റെ ഔദാര്യമല്ല എന്നാണ് എതിർ സത്യവാങ്മൂലം. രാജ്യത്തിന്റെ മൊത്തം കടത്തിന്റെ 50% കേന്ദ്രത്തിന്റേത്. കടമെടുക്കാനുള്ള കേരളത്തിന്റെ അവകാശം നിഷേധിക്കുന്നത് വികസനം തടയുന്നതിന് തുല്യമാണെന്നും കേരളം സുപ്രീം കോടതിയിൽ. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാധാകൃഷ്ണൻ, ഈ കേന്ദ്രത്തിന്റെ കണക്കുകൾക്കുള്ള മറുപടിയിൽ എന്തൊക്കെയാണ് കേരളം ചൂണ്ടിക്കാട്ടുന്നത്? വേണു, കേന്ദ്രം ഉന്നയിച്ചിരിക്കുന്ന വാദങ്ങൾക്ക് അക്കമിട്ട് മറുപടി പറയുകയാണ് ഈ സത്യവാങ്മൂലത്തിലൂടെ കേരളം ചെയ്തിരിക്കുന്നത്. അടിസ്ഥാന വിവരങ്ങളുടെ കൃത്യമായിട്ടുള്ള പരിശോധന നടത്താതെയാണ് സംസ്ഥാനത്തിനെതിരെ ഇത്തരത്തിലുള്ള ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത്. കടമെടുക്കാനുള്ളത് സംസ്ഥാനത്തിന് ഫെഡറൽ സംവിധാനത്തിന് കീഴിൽ ലഭിച്ചിരിക്കുന്ന അവകാശമാണ്. ആ അവകാശത്തെ പോലും ഞെരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ. സംസ്ഥാനം കടമെടുക്കുന്നത് കൊണ്ട് വലിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാകും, അഥവാ സാമ്പത്തികമായിട്ട് പ്രശ്നത്തിലേക്ക് പോകും എന്ന വാദത്തിന് അർത്ഥമില്ല. കാരണം അടിസ്ഥാന വിഭവങ്ങൾ ഉള്ള സംസ്ഥാനമാണ് കേരളം. അത് പരിഗണിക്കാതെയാണ് ഈ വാദം ഉന്നയിക്കുന്നത്. ഫലമായിട്ട് ഉണ്ടാകുന്നത് സംസ്ഥാനത്തെ വികസന അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാകുന്നത് എന്ന് സംസ്ഥാനം പറയുന്നു. ഒപ്പം ഈ കേന്ദ്രത്തിന്റെ ഈ രാജ്യത്തെ കടത്തിന്റെ ഏതാണ്ട് 50%-ത്തോളവും കേന്ദ്രത്തിൻ്റെതായിട്ടാണ് ഉള്ളത്. അങ്ങനെയുള്ള കേന്ദ്രമാണ് സംസ്ഥാനങ്ങളെ ഇക്കാര്യത്തിൽ കുറ്റം പറയാനായി ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. ഇത് വസ്തുതകൾക്ക് നിരക്കുന്നതല്ല. മാത്രമല്ല, ഈ നികുതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഘടന, ആ നികുതി ഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ചില അപര്യാപ്തതകൾ ഉണ്ട് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട്. അതടക്കമുള്ള കാര്യങ്ങളും സംസ്ഥാനം സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. രാധാകൃഷ്ണൻ, എപ്പോഴാണ് കോടതി ഇത് ഇനി പരിഗണിക്കുക? വേണു, അടുത്ത ദിവസം കോടതി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം പരിഗണിക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ ഈ സംസ്ഥാനത്തിന്റെ നിലവിലുള്ള ധനസ്ഥിതിയുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച കേന്ദ്രത്തിന്റെ സത്യവാങ്മൂലവും അതിന് മറുപടിയായിട്ടുള്ള സംസ്ഥാനത്തിന്റെ മറുപടിയും ഉൾപ്പെടെയുള്ളവയായിരിക്കും പരിഗണിക്കുക. വേണു, ശരി. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.